الفجر يرسم بالضياء على المآذن ألف هالا، والليل في وهن الرحيل يشد أطراف الغلال، والنجم يبدو كالسراج تراقصت فيه الذبالا، والصبح في ألق تنافس مد في زهو ظلالا، والنور من كفيه شلال تدافق في عجالا. الفجر يرسم بالضياء على المآذن ألف هالا، والليل في وهن الرحيل يشد أطراف الغلال، والنجم يبدو كالسراج تراقصت فيه الذبالا، والصبح في ألق تنافس مد في زهو ظلالا، والنور من كفيه شلال تدافق في عجالا. هي آلة الخلق العظيم يسوقها المولى دلالا، فيها تجلت قدرة الإبداع في أحلى مقالة. هي آلة الخلق العظيم يسوقها المولى دلالا، فيها تجلت قدرة الإبداع في أحلى مقالة. والله أكبر تغمر الدنيا بأنوار الجلالة، والقلب وسعده الضياء فغاب عني في ابتهاله، ينسب في كنف الأمان كأنما النور استمالا. الفجر يرسم بالضياء على المآذن ألف هالا، والليل في وهن الرحيل يشد أطراف الغلال، والنجم يبدو كالسراج تراقصت فيه الذبالا، والصبح في ألق تنافس مد في زهو ظلالا، والنور من كفيه شلال تدافق في عجالا. طوبى لمن سمع النداء فشد للنجوى رحالا، وجفى المضاجع واستقام بلا تراخ أو كلالا. طوبى لمن سمع النداء فشد للنجوى رحالا، وجفى المضاجع واستقام بلا تراخ أو كلالا. صلى لرب العالمين مكبرا يرجو وصالا، ودعا الكريم مناجيا. الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام، والحمد لله الذي أعزنا بالملة السمحاء، والذي أكرم علينا ببعثة حبيبنا ونبينا محمد صلى الله عليه وسلم. ولك الحمد يا مولانا حمد الحامدين، ونشكرك شكر الشاكرين. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صلى الله على سيدنا وحبيبنا محمد صلى الله عليه وسلم، وعلى آله وأصحابه وأتباعه وأنصاره وأشياعه
ومحبي ومتبعي سننه إلى يوم الدين. وصلى الله عليك يا رسول الله إنك أديت الأمانة ونصحت الأمة وكشفت الأمة. فبادروا إلى ما أمر الله سبحانه وتعالى وانتهوا عما نهاكم الله واجتنبوا الآثام والمعاصي. فسأل النبي صلى الله عليه وسلم عن الإسلام. പാറഞ്ചേരി മധുഹറുൽ ഇസ്ലാം മദ്രസ എന്ന ഈ സ്ഥാപനം പാറഞ്ചേരിയുടെ ഹൃദയഭാഗത്ത് തിലകക്കുറി ചാർത്തിക്കൊണ്ട് തുടക്കം കുറിച്ചു. ഇവിടെ നമുക്കറിയാം, ഈ പ്രദേശത്തെ ഏറ്റവും പ്രമുഖനായിരുന്ന പയ്യപ്പള്ളി മുഹമ്മദ് കുട്ടി സാഹിബ് അദ്ദേഹത്തിന്റെ കബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ഇന്നിപ്പോൾ നാം ഒരു ധന്യ മുഹൂർത്തത്തിലാണ്, സന്തോഷത്തിന്റെ ഒരു മുഹൂർത്തത്തിലാണ് നാം നിലകൊള്ളുന്നത്. നമുക്കറിയാം, വലിയ സുന്ദരമായ ഒരു കെട്ടിടം മാറഞ്ചേരിയുടെ സെന്ററിൽ ഹൈടെക് മദ്രസയിൽ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ ഒരു മദ്രസ കെട്ടിടം ഇന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ഇവിടെ സഹായിച്ചത് എന്റെ മുന്നിലിരിക്കുന്ന ഈ കുവൈറ്റിൽ നിന്ന് വന്ന ബഹുമാന്യരായ, ഞാൻ നേരത്തെ പേര് വായിച്ച ബഹുമാന്യരായ വ്യക്തികളാണ്. അല്ലാഹു അവർക്ക് ബർക്കത്ത് നൽകുമാറാകട്ടെ, അവരുടെ ബിസിനസ്സിൽ ബർക്കത്ത് നൽകുമാറാകട്ടെ, അവരുടെ കുടുംബത്തിൽ ഐശ്വര്യം നൽകുമാറാകട്ടെ, അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ അതിനുവേണ്ടി പ്രവർത്തിച്ച അബ്ദുൽ ഹക്കീം അയ്യൂബ്, അൽ-അർഫ ഇസ്ലാമിക് സെന്ററിന്റെ കുവൈറ്റ് കമ്മിറ്റിയുടെ ഭാരവാഹികള്, അവർക്കെല്ലാവർക്കും തന്നെ സർവശക്തനായ അല്ലാഹു ഐശ്വര്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ, അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അത് മദ്രസ വികസിപ്പിക്കുന്നതിന് വേണ്ടി അല്പ സ്ഥലത്തിന്റെ കുറവ് വന്നപ്പോൾ നമ്മുടെ മുഹമ്മദാജി അദ്ദേഹത്തിന്റെ സ്ഥലം, സ്വന്തമായുള്ള സ്ഥലത്തിൽ നിന്ന് മദ്രസ വികസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലം തന്ന് സഹായിക്കുകയുണ്ടായി. അല്ലാഹു അദ്ദേഹത്തിന് അറിയിക്കുന്ന പ്രതിഫലം നൽകുമാറാകട്ടെ. ബഹുമാനിലെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ എണ്ണി പറയുമ്പോൾ സമയം വൈകിപ്പോകും. ഒരുപാട് ആളുകൾ എന്റെ ഓർമ്മയിൽ വരുന്ന 1-2 പേരുകൾ ഞാൻ പരാമർശിക്കുകയാണ്. ഒട്ടിലിങ്ങൽ ബാബു സാഹിബ്, മേച്ചേരിയില കുഞ്ഞുമരക്കാർ സാഹിബ്, കുളക്കൽ അബ്ദു സാഹിബ്, തറയിൽ ഇബ്രാഹിം മുസ്ലിയാർ, അങ്ങനെ തുടങ്ങി അടമോക്കൽ കാതറാജി, അടമോക്കൽ മൈൻക, അങ്ങനെ തുടങ്ങി ഒട്ടനവധി ആളുകൾ, ഒരുപാട് ആളുകൾ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായിട്ട് ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി സഹായിച്ചിട്ടുണ്ട്. 1 പൈസയും 2 പൈസയും എന്ന് പറഞ്ഞതുപോലെ 1 രൂപയും 2 രൂപയും തന്നുകൊണ്ടാണ് അന്നത്തെ ബിൽഡിംഗ് ഉണ്ടാക്കിയ പരിപാടിയിൽ ഭക്ഷണം എല്ലാവർക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചുകൊണ്ട് മാത്രമേ എല്ലാവരും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാറുള്ളൂ. അതുപോലത്തെ ഇതിന്റെ ഈ മദ്രസയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ശൈഖുനാ കാന്തപുരം ഉസ്താദ്, അല്ലാഹു ആഫിയത്തോടെ കൂടിയുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അദ്ദേഹം അല്പസമയത്തിന് അവിടെ എത്തും. അദ്ദേഹത്തിന്റെ പടയോട്ടം ആരംഭിച്ചത് മാറഞ്ചേരിയിൽ നിന്നാണ്. മാറഞ്ചേരിയിലെ അവാന്തര വിഭാഗങ്ങളുടെ ആധിപത്യത്തിൽ സ്ഥാപിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെ നമുക്കറിയാം 1921 മുതൽ മുജാഹിദ് പ്രസ്ഥാനം വേരോടിയ ഒരു പ്രദേശമാണ് മാറഞ്ചേരി. സുന്നത്ത് ജമാഅത്തിന്റെ വേരോട്ടം ഉണ്ടാക്കിയത് ശൈഖുനാ കാന്തപുരം ഉസ്താദ് ദിവസങ്ങളോളം എന്റെ വീട്ടിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ബംഗ്ലാവിലും ദിവസങ്ങളോളം വയല് നടത്തി, ദിവസങ്ങളോളം വാദപ്രതിവാദം നടത്തി. ആ പടയോട്ടം ലോകത്തെമ്പാടും പടർന്നു നിൽക്കുന്ന പടയോട്ടത്തിന്റെ നാന്ദി കുറിച്ചത് ഈ മാറഞ്ചേരിയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് 12 പരിപാടികൾ ഉണ്ടായിട്ടും അല്പസമയം മാറഞ്ചേരിയിൽ വരാമെന്ന് അദ്ദേഹം ഏറ്റത്. Sayyid Jamal Mashari al-Said al-Laos, we invite you for the community of the Muslim of Maranjeri, for your thankful and thankful to you for your kind help given to this madrasa building and other things. I expect and I pray, I overtly pray for your prosperity, health and goodness, all goodness. We pray for you. And I welcome Sayyid Adil Muhammad Al-Khudi and also Sayyid Abdul Latif Fatamar. We welcome heartily and we cooperate with you the immense pleasure of this community. Thank you. അതുപോലെ വ്യത്യസ്ത മഹല്ലുകളിലെ ഭാരവാഹികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ പേരെടുത്ത് പറഞ്ഞ് സമയം വൈകിപ്പിക്കുന്നില്ല. എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ മഹത്തായ പരിപാടിക്ക് ഉദ്ഘാടന സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദ് യൂസുഫ് അവർ ആദരവ് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد അന്നിലായ ഗസ്റ്റ് ഫാറൂഖ് നഈം ഉസ്താദ്, സഹപാഠികളെ, ഞാൻ ആമുഖ പ്രഭാഷണം നടത്തുന്നില്ല. കേരളത്തിലെ അനുഗ്രഹ പ്രാസംഗികൻ എൻ്റെ സുഹൃത്തുമായ ഒന്നിനായ ഫാറൂഖ് നഈം ഉസ്താദ് അവர்கள் നിങ്ങളോട് സംസാരിക്കും. ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അതിനു മുമ്പ് നമ്മുടെ മദ്രസയ്ക്ക് വേണ്ടി അൽഹംദുലില്ലാഹ് സ്വാഗത പ്രഭാഷണത്തിലെല്ലാം കേട്ടു. അതിന് ആരൊക്കെ സഹായിച്ചു അല്ലാഹു എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. അതിന് വേണ്ടി കുവൈത്ത് അൽ അറഫ ഇസ്ലാമിക് കമ്മിറ്റിയുടെ മെമ്പർമാരായ ഹക്കീമും അയ്യൂബും റഹീം, അങ്ങനെ നമ്മുടെ സഹപാഠികൾ, അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും അല്ലാഹു അറിയിക്കുന്നവർക്ക് കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് വെക്കാനുണ്ട് ഈ പള്ളിയുടെ കാര്യവും ഇൻഷാ അല്ലാഹ് നഈം ഉസ്താദ് അവരോട് നല്ല ശൈലിയിൽ പറയും ഈ പള്ളിയുടെ അവസ്ഥ. ഇൻഷാ അല്ലാഹ് അല്ലാഹു അവരുടെ ഇത് കൊണ്ട് തന്നെ നമുക്കതിൻ്റെ എല്ലാ വഴികളും അല്ലാഹു തുറന്നു തരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് എല്ലാവരും ആരും പ്രസംഗം കഴിയുന്നത് വരെ വന്നരായ ഉസ്താദ് ഇവിടെ എത്തും. എല്ലാവർക്കും ഭക്ഷണമുണ്ട്, ക്ഷമിച്ചിട്ട് ഇൻഷാ അല്ലാഹ് അത് കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. അതുകൊണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷം മുക്കാല മദ്രസയുടെ ഉദ്ഘാടനമുണ്ട്, അതിൻ്റെ സ്കൂളിൽ ചെറിയ സ്വീകരണമുണ്ട്. എല്ലാവരും അതിൽ പങ്കെടുക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനൊക്കെ ആരൊക്കെ അനുഗ്രഹിച്ച് സദസ്സിൽ ഉണ്ട് നമ്മളെല്ലാ പാവങ്ങളും അല്ലാഹു ഒത്തുകൊടുക്കുമാറാകട്ടെ. منحنا الله سبحانه وتعالى بنعماء عظيمة، فمنها لإتمام هذا الهدف الجيد لبناء عمارة جديدة للمسجد، وفقنا الله سبحانه وتعالى لهذا العمل، ونحن نقدم الطلب أمام ضيوفنا إن شاء الله لبناء مسجد جديد في هذا المكان، ويستطيع آلاف ألوف من الناس يصلون لله تبارك وتعالى الصلوات الخمس وصلاة الجمعة، وتقبل الله منا ومنكم إن شاء الله. نحن في الانتظار في هذه الحفلة لقدوم أستاذنا العالم الجليل الداعية الكبير، مشهور في جميع أنحاء العالم بخدماته الجيدة وأعماله الخيرية والمشاريع الجيدة في مختلف الأماكن في داخل الهند وخارجها، الشيخ أبو بكر أحمد حفظه الله ورعاه، وهو في قرية أخرى لافتتاح المسجد في هذا اليوم إن شاء الله بعد دقيقات، إن شاء الله بعد من الساعات إن شاء الله يصل إلينا الشيخ أبو بكر أحمد أمين العام لجمعية علماء أهل السنة والجماعة بعلماء الهند. إخوتي من دولة الكويت، لا أحب أن أطيل الكلام باللغة العربية أمامكم، لأننا عادة نخطب خطبة الجمعة باللغة العربية. وحدنا الله سبحانه وتعالى بالاعتقاد بالوحدانية، ووحدنا برسالة حبيبنا محمد صلى الله عليه وسلم، ووحدنا بكتاب من الله سبحانه وتعالى، ووحدنا بلغة جيدة، أذاننا باللغة العربية، وصلواتنا باللغة العربية، وطاعاتنا باللغة العربية، كذلك خطبتنا باللغة العربية، ولغة أهل الجنة العربية، ولغة كلام الله العربية، ولغة نبينا محمد صلى الله عليه وسلم العربية. لذلك نحب العربية والعرب، كان النبي صلى الله عليه وسلم من العرب، ولذلك أيضا نحبها هذه اللغة حبا جيدا. أو ننتقل إلى الكلام المحلي، إلى اللغة المحلية. اللهم أدمنا الله ഏറ്റവും ബലക്കുകയും അവനെ മനസ്സിലാക്കുകയും ചെയ്യുന്നവർ ദൈവമുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. അതുകൊണ്ട് ഇൽമു പഠിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള നല്ല ഒരു മനസ്സ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. ആരെങ്കിലും ഒരാൾ ഇൽമു പഠിക്കുന്ന വഴിയിൽ മരണപ്പെട്ടു പോയാൽ من مات في طريق التعلم بينه وبين النبيين درجة. ആ
ആരെങ്കിലും ഒരാൾ എഴുതി പഠിക്കുന്ന മാർഗത്തിൽ വെച്ചുകൊണ്ട് ഒരു മുതഅല്ലിമായിരിക്കെ മരണപ്പെട്ടു പോയാൽ അദ്ദേഹത്തിന്റെയും അമ്പിയാക്കളുടെയും ഇടയിൽ ഒരു പദവിയുടെ വ്യത്യാസമേ ഉള്ളൂ. ഞാൻ ഇന്നലെ മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ വെച്ച് നടന്ന ആക്സിഡന്റിൽ 19-കാരനായ മുബശ്ശിർ എന്ന ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ ജനാസ നിസ്കരിക്കാനും ഖബറടക്കാനും വേണ്ടി ചെമ്മാട് പഴയ ജുമാഅത്ത് പള്ളിയിൽ കൂടിയിരുന്നു. ആ കുട്ടിയെ കുറിച്ച് അറിഞ്ഞതിൽ വെച്ച് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം ദീനിന്റെ പ്രവർത്തകനായിരുന്നു എന്നതോടൊപ്പം തന്നെ SSFന്റെ സജീവ പ്രവർത്തകനായിരുന്നു എന്നതോടൊപ്പം എല്ലാ ദിവസവും മഗ്‌രിബ് കഴിഞ്ഞ് പള്ളിയിൽ പോയി കിതാബ് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു, ഒരു മുതഅല്ലിമായിരുന്നു. അല്ലാഹു ആ കൂട്ടുകാരന്റെ ഖബർ സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, അറിയണം, ഇൽമ പഠിക്കുന്ന വഴിയിൽ വെച്ചൊരാൾ മരണപ്പെട്ടു പോയാൽ അയാളുടെയും അമ്പിയാക്കളുടെയും ഇടയിൽ ഒരു സ്ഥാനത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് പ്രായം ഇൽമിന് തടസ്സമില്ല. എല്ലാ പ്രായത്തിലും ഇൽമ പഠിക്കാൻ പറ്റുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ 2 വഴികൾ തുറന്നു വെച്ചിട്ടുണ്ട്. ആ 2 വഴികളിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നുകിൽ നന്മയുടെ വഴിയിലേക്ക് പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തിന്മയുടെ വഴിയിലേക്ക് പോകാം. ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. ഒന്നുകിൽ നിങ്ങൾക്ക് അല്ലാഹുവിനെ അനുസരിക്കുന്ന നല്ല നന്ദിയുള്ള അടിമകളായി ജീവിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹുവിനെ മറന്നുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ മുന്നോട്ട് പോകാം. പക്ഷേ അല്ലാഹുവിനെ മറന്നുകൊണ്ട് നിങ്ങൾ പോയാൽ